ഭാസ്കർ, ഇപ്പോൾ രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണല്ലോ അൻവർ കത്ത് പുറത്തുവിടുന്നു എന്നുള്ള കാര്യം പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി കച്ചവടക്കാർ തമ്മിലുള്ള സാമ്പത്തിക തർക്കത്തിൽ മധ്യസ്ഥനാണ്, അന്യമായി ഒരു കക്ഷിക്കൊപ്പം നിന്ന് ലക്ഷങ്ങൾ പാരിതോഷികം വാങ്ങുന്നു എന്നുള്ളതാണ്. പി ശശി കമ്മീഷൻ കൈപ്പറ്റുന്നുണ്ട് എന്ന പരാതിയിൽ പറയുന്നു. അതിൻ്റെ തെളിവുകളടക്കം തൻ്റെ പക്കലുണ്ട് എന്നുള്ളത് തന്നെയല്ലേ അൻവറിൻ്റെ വാദം. അതോടൊപ്പം സ്ത്രീ വിഷയത്തിൽ അദ്ദേഹം ഒരു ശൃംഗാരിയുടെ ഭാവം എടുത്തണിയുന്നു. പരാതി നൽകുന്നവരെ, കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളെ വീണ്ടും വീണ്ടും ഫോണിൽ വിളിക്കാൻ ശ്രമിക്കുകയും അവർ ആ ഫോൺ എടുക്കാതാവുകയും ചെയ്യുന്ന സാഹചര്യം എന്ന് പറയുന്നു. അതിങ്ങനെ പറഞ്ഞു പോകുന്നു എന്നതിനപ്പുറം അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ അൻവർ? പി വി അൻവർ രാവിലെ തന്നെ വാർത്താ സമ്മേളനത്തിൽ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. താനിപ്പോൾ 12 പേജുള്ള പരാതി പുറത്തുവിടും. ആ പരാതിയുടെ അടിസ്ഥാനമായിട്ടുള്ള തെളിവുകളും തൻ്റെ പക്കലുണ്ട്. ആ തെളിവുകൾ താനിപ്പോൾ പുറത്തുവിടുന്നില്ല. തൻ്റെ പരാതി പുറത്തുവിട്ടാൽ തന്നെ അത് വലിയ കോലിളക്കം, അഥവാ പരാതിയും താൻ പാർട്ടിക്ക് കൈമാറിയ തെളിവുകളും പുറത്തുവിട്ടാൽ അത് വലിയ കോലിളക്കം സൃഷ്ടിക്കുമെന്നാണ് ഇന്നലെ റിപ്പോർട്ടർ നൽകിയ അഭിമുഖത്തിൽ തന്നെ പി വി അൻവർ പറഞ്ഞിരുന്നത്. ഇന്ന് അവസാനം പാർട്ടി വക്താവടക്കം അത്തരമൊരു പരാതി പാർട്ടിക്ക് നൽകിയിട്ടില്ല എന്ന് പി വി അൻവർ തള്ളിക്കളഞ്ഞ സാഹചര്യത്തിലാണ് ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ പി വി അൻവർ ആ പരാതി പുറത്തുവിട്ടിരിക്കുന്നത്. 12 പേജുള്ള പരാതിയാണ് ഇപ്പോൾ പി വി അൻവർ പുറത്തുവിട്ടിരിക്കുന്നത്. 8ഓളം കാര്യങ്ങൾ അതിൽ പി വി അൻവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ പി വി അൻവർ ആരോപിച്ചിരുന്ന മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറുനാടൻ മലയാളി ഷാജസ് കെറിയുടെ കേസിൽ പോലീസ് നടത്തിയ അട്ടിമറി, അതുപോലെ തന്നെ കോഴിക്കോട്ട് ഒരു വ്യാപാരിയുടെ കേസ്, അതിൽ പോലീസ് നടത്തിയ ഒത്തുകളി ഉൾപ്പെടെ മാമി തിരോധാന കേസും ഉൾപ്പെടെയുള്ള 8ഓളം കേസുകൾ സൂചിപ്പിച്ചുകൊണ്ടാണ്, 8ഓളം കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് അതിലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിയുടെ ഇടപെടൽ സൂചിപ്പിച്ചുകൊണ്ടുള്ള പരാതി. ആ പരാതിയാണ് ഇപ്പോൾ പി വി അൻവർ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആരോപണങ്ങൾ, ഏറ്റവും 8ാമത്തെ കാര്യമായിക്കൊണ്ട് സാമ്പത്തിക തർക്കത്തിലെ മധ്യസ്ഥൻ എന്ന തലക്കെട്ടോടുകൂടി പി ശശിക്കെതിരെ പി വി അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ്. അഥവാ സംസ്ഥാനത്തിൽ ഉടനീളമുള്ള വലിയ കച്ചവടക്കാർക്ക് ഇടയിൽ മധ്യസ്ഥനായിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പ്രവർത്തിക്കുന്നു. അതിൽ പ്രവർത്തിച്ചതിന് ശേഷം ഏകപക്ഷീയമായി ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ഒപ്പം നിൽക്കുകയും അവരിൽ നിന്ന് ലക്ഷങ്ങൾ പാരിതോഷികമായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പി വി അൻവർ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. 2ാമത്തെ ഗുരുതരമായ ഒരു ആരോപണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുന്ന പരാതിക്കാരെ അടക്കം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ശല്യം ചെയ്യുന്നു. പി ശശി ഒരു ശല്യക്കാരനായി മാറിയിരിക്കുന്നു എന്നാണ് പി വി അൻവറുടെ പരാതിയിൽ പറയുന്നത്. അതിൽ കൃത്യമായി ഉപയോഗിച്ച വാക്കുകൾ, മുഖ്യമന്ത്രി ഓഫീസിൽ പരാതികളുമായി എത്തുന്ന കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പറുകൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി വാങ്ങി വയ്ക്കുകയും കേസ് അന്വേഷണം എങ്ങനെ പോകുന്നു എന്ന് അവരോട് പ്രത്യേകം വിളിച്ചന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. അവരിൽ ചിലരോട് ശൃംഗാരഭാവത്തിൽ സംസാരിച്ചതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ഫോൺ കോളുകൾ പോലും എടുക്കാത്ത അവസ്ഥയിലേക്ക് പിന്നീട് ഈ പരാതിക്കാരികൾ എത്തിയിട്ടുണ്ട് എന്നും ആ കാര്യം തനിക്ക് അറിയാമെന്നുമാണ് ഇപ്പോൾ പരാതിക്ക് നൽകിയ, അഥവാ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ മുഖ്യമന്ത്രിയുടെ പാർട്ടി സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ പി വി അൻവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ സ്ഥാനത്ത് ഇനിയും തുടർന്നാൽ സർക്കാരിന് താങ്ങാൻ, പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും ഒന്നും താങ്ങാൻ കഴിയാത്ത വിധം മാനക്കേടും നാണക്കേടും ഉണ്ടാകുമെന്നും തനിക്ക് ഉറപ്പാണെന്നും പി വി അൻവർ ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഒരു സഖാവെന്ന ഉത്തമ ബോധ്യത്തോടെയാണ് താൻ ഈ പാർട്ടിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പി വി അൻവർ ഈ പരാതി അവസാനിപ്പിക്കുന്നത്. എന്തായാലും അതിഗുരുതരമായ ആരോപണങ്ങൾ തന്നെ പി ശശിക്കെതിരെ പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്നു. താൻ പരാതി നൽകിയിട്ടില്ല എന്ന് പറയുന്നവർ പൊതുജനം ഈ പരാതി വായിച്ച് അതിൻ്റെ കഴമ്പ് വിലയിരുത്തട്ടെ എന്നും പി വി അൻവർ പറഞ്ഞിരുന്നു. അതിനോടൊപ്പം തന്നെ മറുനാടൻ മലയാളിൽ നിന്നും എങ്ങനെയാണ് ADGP പണം കൈപ്പറ്റിയത് എന്നുള്ള കാര്യവും ഇതിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അത് ഒരു ഇന്റർനെറ്റ് കോൾ വഴി തന്നെ അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ പി വി അൻവർ ഒരാൾ വിളിച്ചറിയിച്ചുവെന്നും അത് 1.5 കോടി രൂപയോളം യൂറോ ആയിട്ടാണ് ADGPക്ക് കൈമാറിയത്. 50 ലക്ഷം രൂപ കൂടി ADGPക്ക് കൈമാറാമെന്ന് ഉറപ്പ് നൽകിയിട്ടുമുണ്ട് എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടി പി വി അൻവർ ഇതിൽ നടത്തുന്നുമുണ്ട്. സ്മൃതി, ശരി, ആ ശ്രീത്ത് കൂടിയുണ്ട്. ശ്രീത്ത്, ഇപ്പോൾ എന്തൊക്കെയാണ് പരാതി എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. അനധികൃതമായി പണം കൈപ്പറ്റുന്നു, കൈക്കൂലി വാങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതിയായി പറയുന്നത്. അതിൽ തെളിവുകളടക്കം തൻ്റെ പക്കലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാദമായി അൻവർ പറയുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ സ്വഭാവ ദൂഷ്യത്തിന് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ പി ശശി ഇപ്പോഴും അത് തുടരുന്നു എന്ന സൂചന നൽകുന്ന വരികളും ആ കത്തിൽ. ഇതുകൊണ്ടാണോ പാർട്ടി സെക്രട്ടറി പരാതികൾ പരിശോധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത്? അൻവർ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ കത്ത് പുറത്തുവിടുമെന്നുള്ളത് പാർട്ടിക്കും അറിയാമായിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്?
പി ശശിക്കെതിരെ ഗൗരവതരമായ ആരോപണങ്ങളടങ്ങിയ പരാതിയാണ് പാർട്ടി നേതൃത്വത്തിന് കൈമാറിയത് എന്നായിരുന്നു PV അൻവർ നേരത്തെ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ആ ഘട്ടത്തിലൊന്നും ഈ പരാതിയുടെ പകർപ്പ് പുറത്തുവിടാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. എന്നാൽ ഇന്ന് രാവിലെ വാർത്താസമ്മേളനത്തിൽ പൊടുന്നനെ ഈ കത്ത് പുറത്തുവിടും എന്ന കാര്യം പ്രഖ്യാപിക്കുകയായിരുന്നു. അപ്പോൾ പി ശശിക്കെതിരെ ഉയർന്ന പരാതിയിന്മേൽ ലൈംഗിക ആരോപണ പരാതി ഉണ്ടോ എന്ന ചോദ്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ സാങ്കത്യം എന്താണ് എന്ന കാര്യമാണ് അൻവറിൻ്റെ പരാതി പുറത്തു വന്നതിലൂടെ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകാൻ എത്തുന്ന ആ സ്ത്രീകളെ, അവരിൽ കാണാൻ കൊള്ളാവുന്നവരെ അടക്കം ആളുകളെ വിളിച്ച് അവരോട് മോശമായ രീതിയിൽ സംസാരിക്കുന്നുവെന്നും അവർ പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഫോൺ വന്നാൽ എടുക്കാതായി എന്നുമുള്ള ഗുരുതരമായ പരാമർശങ്ങളാണുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പോലെ വളരെ ഗൗരവതരമായ ഒരു ഓഫീസ് സംവിധാനം പ്രവർത്തിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ലാത്ത ആക്ഷേപമാണ്. ഈ ആക്ഷേപം ഏതെങ്കിലും സാധാരണക്കാരായ ആളുകളോ അല്ലെങ്കിൽ സാധാരണപ്പെട്ട രാഷ്ട്രീയ നേതാക്കളോ ഉന്നയിക്കുന്ന ആരോപണമല്ല. മറിച്ച് CPM സ്വതന്ത്ര MLA ആയിരുന്ന PV അൻവർ രേഖാമൂലം സെപ്റ്റംബർ 13-ന് ഈ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയ പരാതിയാണിത്. അപ്പോൾ അവഗണിക്കാൻ കഴിയാത്ത ഒരു ഗൗരവതരമായ പരാതിയായി ഇത് മാറുമ്പോൾ ഇതേപ്പറ്റി അന്വേഷിക്കാൻ CPM നേതൃത്വം നിർബന്ധമാകുകയാണ്. ഇതിൻ്റെ തെളിവുകൾ അദ്ദേഹം കൈവശമുണ്ടെന്ന് പറയുന്നു. തെളിവുകൾ ഇതുവരെ PV അൻവർ പുറത്തുവിട്ടിട്ടില്ല. അതുകൂടി പുറത്തുവിട്ടാൽ വലിയ കോളിളക്കം ഉണ്ടാക്കുന്ന ഒരു പരാതിയായി ഇത് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ വിശ്വാസത്തെ തന്നെ ബാധിക്കുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരുന്ന ആളുകളോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന ചോദ്യം ഉയർത്തുന്ന, പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയെ പോലെ വളരെ കർശനമായ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരാൾക്ക് ചേർന്നതല്ല, ഭൂഷണമല്ല അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രവർത്തിക്കുന്ന രീതി എന്ന കൃത്യമായ ഒരു കാര്യമാണ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടി നേതൃത്വത്തിന് ഈ കാര്യത്തിൽ എടുക്കാതിരിക്കാനും പരിശോധിക്കാതിരിക്കാനും കഴിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്.